കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൃശ്യം 3 200 കോടി കടക്കുമോ? കടക്കുമെങ്കിൽ എന്ത് കടക്കും? ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് നമുക്കൊരു സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇഷ്ടനായകനായ മോഹൻലാലിൻ്റെ ദൃശ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ കൃത്യമായ കണക്കുകൾ നോക്കുമ്പോൾ ദൃശ്യം 3 നാളെ 200 കോടി കടക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് മുന്നോടിയായിട്ട് ദൃശ്യം എത്ര കോടി കളക്ട് ചെയ്തു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യത്തെ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മുടെ കൈവശമുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ ദിവസം 43 കോടി 30 ലക്ഷം രൂപയാണ് ദൃശ്യം 3 കളക്ട് ചെയ്തതായിട്ട് ട്രാക്കർമാർ നൽകുന്ന കണക്ക്. ഔദ്യോഗിക സ്ഥിരീകരണം 50 കോടി 35 ലക്ഷം രൂപയാണ്. അപ്പം അത് തമ്മിൽ ഏകദേശം 7 കോടി 5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ട്രാക്കർമാരുടെ കണക്കാണ് എടുക്കുന്നത്. ഏറ്റവും കുറവുള്ള 43.30 കോടി. അടുത്ത ദിവസമായ വെള്ളിയാഴ്ച ദിവസം 34 കോടി 15 ലക്ഷം രൂപയാണ് ദൃശ്യം 3 കളക്ട് ചെയ്തത്. അതിനടുത്ത ദിവസം ശനിയാഴ്ച 35 കോടി 32 ലക്ഷവും, ഞായറാഴ്ച ദിവസം 29 കോടി 53 ലക്ഷവും, തിങ്കളാഴ്ച ആരും പ്രതീക്ഷിക്കാതെ പോലെ 15 കോടി 30 ലക്ഷവും, ചൊവ്വാഴ്ചയായ ഇന്നലെ 13 കോടി 40 ലക്ഷവും കിട്ടിയതായിട്ടാണ് ട്രാക്കർമാർ നൽകുന്ന കണക്ക്. ഈ 50 കോടി 35 ലക്ഷം എന്ന ഔദ്യോഗിക സ്ഥിരീകരണം മാറ്റി നിർത്തിയാൽ തന്നെ ഇത് തന്നെ 171 കോടിയിലേക്ക് ദൃശ്യം 3 എത്തുന്നു. ഇത് ട്രാക്കർമാരുടെ കണക്കാണ്. പലരും പല പ്രാവശ്യം പറയുന്ന പോലെ ഒരു തള്ളു കണക്കിന് യാതൊരുവിധ സാധ്യത ഇതിനകത്തില്ല. ഇനിയും 29 കോടി രൂപ, അത് എത്ര ദിവസം കൊണ്ട് കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്? നമ്മൾ കണക്കുകളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ 2 ദിവസം കൊണ്ട് 29 കോടി കളക്ട് ചെയ്യാൻ വളരെ നിഷ്പ്രയാസം സാധിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഏറ്റവും കുറവ് കളക്ഷനുള്ള ഇന്നലത്തെ 13 കോടി 40 ലക്ഷം, 13 കോടി തന്നെ കളക്ട് ചെയ്താൽ തന്നെ 26 കോടി നിഷ്പ്രയാസം കളക്ട് ചെയ്യാൻ സാധിക്കും. 29 കോടിയാണ് 200 കോടി കടക്കാനുള്ള മാർഗം. പിന്നെയും 3 കോടി എവിടെ നിന്ന് ഉണ്ടാകും എന്നാണ് ചോദ്യമെങ്കിൽ, ഇന്നും നാളെയും കേരളത്തിൽ വർക്കിംഗ് ഡേ അല്ല. അതുകൊണ്ട് കളക്ഷൻ കൂടും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പെരുന്നാളിൻ്റെ അവധി ആയതുകൊണ്ട് മികച്ച രീതിയിലുള്ള കളക്ഷൻ, 15 കോടിക്ക് മുകളിലൊക്കെയുള്ള കളക്ഷൻ നാളെയൊക്കെ ഉണ്ടാകും എന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 30 കോടിയൊക്കെ 2 ദിവസം കൊണ്ട് കടക്കുക എന്ന് പറയുന്നത് ദൃശ്യം 3യെ സംബന്ധിച്ച് വളരെ നിസ്സാരമാണ്. അങ്ങനെ ദൃശ്യം 3 വ്യാഴാഴ്ച കൊണ്ട് 100 കോടി കടക്കുന്ന ചിത്രമായിട്ട് മാറും. പെരുന്നാൾ ദിനത്തിൽ 200 കോടി കടക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ? നല്ലൊരു ദിനത്തിൽ ദൃശ്യം 3 200 കോടി കടക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് കടക്കട്ടെ. പിന്നെ 200 കോടി കടന്നതിന് ശേഷം ദൃശ്യം 300 കോടിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് ദിവസങ്ങളും കൂടെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് നാളെ പല ചിത്രങ്ങളും റിലീഫുണ്ട്. അതിലൊന്നാണ് കാട്ടാളൻ എന്ന ആൻ്റണി പെപ്പെ അവതരിപ്പിക്കുന്ന ചിത്രം. കാടിൻ്റെയും ആനയുടെയൊക്കെ കഥ പറയുന്ന ചിത്രം ഒരുപക്ഷെ പോസിറ്റീവായി വന്നു കഴിഞ്ഞാൽ അതും ഒരുപക്ഷെ ദൃശ്യത്തെ ബാധിച്ചേക്കാം. ഏതായാലും 200 കോടി ഉറപ്പ്. 300 കോടിയിലേക്കുള്ള പ്രയാണം എന്തുമാത്രം ശരിയാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റൂ. അതിന് നമുക്ക് കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.